ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ട് കുറേ അധികം കമൻസ് ഉണ്ട്, കുറേ അധികം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്. അതെല്ലാം ഞാൻ ക്ലിയർ ആക്കി തരാം. അങ്ങനെ ഞാൻ പൊരയിൽ പറഞ്ഞ സീനായി എന്നെല്ലാം പറഞ്ഞിട്ട് അടുത്തേക്ക് എത്താം. അതിന് മുമ്പായിട്ട് ഞാൻ അവനോട് പറഞ്ഞു, നമുക്ക് ഇനി ഒരു ഡോക്ടർ കൂടി. അന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ അമ്മയാകാൻ പോകുന്നോ, അത് എനിക്കൊരു ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ഇതെങ്ങനെ നിലയിട്ട്. അങ്ങനെ ഞാൻ ഓനോട് പറഞ്ഞ് നമുക്ക് വേറൊരു ഹോസ്പിറ്റലിൽ കൂടി കാണിച്ചിട്ട് ഒരിടത്തുനിന്ന് മാത്രമല്ല, നമുക്ക് ഇനിയൊന്നും കൂടി ജസ്റ്റ് ചോദിച്ചു നോക്കാം എന്ത് കഥയെന്ന് നോക്കാന്ന്. അങ്ങനെ ഓന് എൻ്റെ ഒരു ഇതില്ല, ഓന് പറയുന്ന എനിക്ക് ഉറപ്പുണ്ടായിന്. ഇങ്ങനെ ഒരു ഡോക്ടർ വെറുതെ പറയല്ലോ. അങ്ങനെ ഞങ്ങൾ എന്താക്കി, വേറൊരു ഡോക്ടറെ കാണിച്ച്. ആടുന്ന് കാണിച്ചിട്ടാകുമ്പോക്ക് ആടുന്ന് ഞാൻ പറയുന്നുണ്ട് സ്കാനിങ് എടുക്കുമെന്ന്. അങ്ങനെ സ്കാനിങ് എടുത്തിട്ടാകുമ്പോക്ക് ആ സ്കാനിങ്ങിലാണ് മറ്റേ ഫോട്ടോ ഇല്ലേ, പ്രിന്റ് ഫസ്റ്റ് പോയെടുത്ത് ഞങ്ങൾക്ക് സ്കാനിങ്ങോ റിപ്പോർട്ട് ചെയ്തതല്ലാത്ത ആ ഒരു ഫോട്ടോ ഇല്ലേ, ആ സംഭവം തന്നിട്ടുണ്ടായിട്ട. രണ്ടാമത്തെ സ്കാനിങ് വേറെ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ഡോക്ടറോട് പറയുന്നില്ല, നമ്മൾ ബാണ്ട നക്കാൻ അങ്ങനെ വന്നിട്ടൊന്നും ഡോക്ടറോട് പറയുന്നില്ല. ആ ഫോട്ടോ കണ്ടിട്ടാകുമ്പോക്ക് ഷെയർ എന്നോട് പറഞ്ഞ് മനസ്സ് വരുന്നില്ലല്ലോ സന, ബാണ്ട നമുക്ക് ഇത് കണ്ടിന്യൂ ആക്കാം. ലൈക്ക് എന്തായാലും നമ്മൾ ഹലാൽ തന്നെ, ഹറാമൊന്നും അല്ല, ഹലാൽ തന്നെ. അപ്പൊ നമുക്കിത് കണ്ടിന്യൂ ആക്കാന്ന് പറഞ്ഞു. എന്നിട്ട് നമുക്ക് ഇത് ഞങ്ങൾക്കും ഈ എന്ത് പറയുന്ന ഞങ്ങൾ പുള്ളു തന്നെ. ഇനി എത്ര നിങ്ങൾ കമന്റ് ബോക്സിൽ ഞങ്ങൾ തൊണ്ടികളും ചെയ്യില്ലെങ്കിലും ഞങ്ങൾക്ക് പുള്ളു തന്നെ. ഓന് 23, ഞാൻ 21 ആകുമ്പോക്ക് ഞങ്ങൾ ശിശു. എനിക്ക് 21 ആയിട്ടാണ് വിചാരിക്കുന്നത്. 21 നാട്ടി മുമ്പൊക്കെ 20 സംഭവില്ല. ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ഒരു മോള് ചെറിയ കുഞ്ഞാണ് ഞാൻ പറയലത്തെ. അപ്പൊ കുഞ്ഞിക്കൊരു കുഞ്ഞി നെൽമക്ക് അങ്ങനെ ഈ പ്രിന്റ് കണ്ടിട്ടാകുമ്പോൾ ഓന് പറഞ്ഞ് നമ്മ ഇത്ര ദിവസം പറഞ്ഞതല്ലോ ഓക്കെ അല്ലോ തന്നെ, പക്ഷെ നമുക്ക് ഒരു മനസ്സ് വരുന്നില്ല ഈ ഫോട്ടോ കണ്ടിട്ടാകുമ്പോൾ. നമ്മ കാണാത്തി മുടിക്കാത്ത എന്തെല്ലാം പറഞ്ഞ്. ബട്ട് ആ ഒരു ഫോട്ടോത്തിൽ ഫെക്ടൽ ആ ഒരു ബേബീനെ കാണുന്നുണ്ട്. ആ ഒരു പ്രിന്റിൽ എൻ്റെ ഫോട്ടോ ഉണ്ടോ, ഞാൻ അവിടെ കൊടുക്കാം. അത് കണ്ടിട്ടാ മോന് പറഞ്ഞ് ബാണ്ട സന നമുക്ക് ഇത് കണ്ടിന്യൂ ആക്കാൻ. എൻ്റെ മനസ്സ് മാറി. അത്ര സമയം ഞാൻ ബാണ്ടാന്ന് തന്നെ ഉറപ്പിച്ചിട്ടുണ്ടായി. കാരണം എനിക്ക് കഴിയല പോരത്തെ ബെട്ടോ അറുപതിലും കേൾക്കാൻ സഹിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയല. ഓനാണെങ്കിലും എനിക്ക് ഓക്കെ, എനിക്ക് ബുദ്ധിമുട്ടാണ്ടായിട്ട് ആ ഒരു രീതിയിലുണ്ട്. അപ്പം പിന്നെ ഞമ്മ ഇത് കണ്ടതിന് ശേഷം ഞമ്മ വിചാരിച്ച് കണ്ടിന്യൂ ആക്കിയതായെങ്കിലും പൊരയിൽ പറയാം ഇങ്ങനെ സംഭവം ഒറ്റ വാക്കിൽ നമുക്ക് പറയാം, ഓരെന്ത് പറയുന്നു നോക്കാന്ന്. അങ്ങനെ ഞങ്ങൾ നല്ലോണം പേടിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച്, അതായത് ഓന് ഇവിടെ വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് തന്നെ. അപ്പം നമ്മൾ ഈ കറങ്ങാൻ പോയി, എൻ്റെ പൊരുക്കാർക്കും അറിയുന്നില്ല ഞങ്ങൾ ഈ ഹോസ്പിറ്റലിലേക്ക് പോയതൊന്നും അറിയുന്നില്ല. നമ്മ കറങ്ങാൻ പോയെന്നല്ലേ വിചാരിക്കും. എന്തെന്ന് ഇങ്ങനത്തെ ഒരു സൂചനയെ കൊടുക്കുന്നില്ല. അല്ല അങ്ങ് ഡേറ്റ് സ്കിപ്പായിന് ഒരിക്കൽ ഹോസ്പിറ്റലിൽ കാണിച്ചിന് എന്തു പറയുന്നില്ല. കാരണം പേടിയാണ് നമുക്ക്. 1 വീക്കിന്റെ ഗ്യാപ്പിലാണ് 1 വീക്കല്ല, ഒരു 3 ഡേയ്സിന്റെ ഗ്യാപ്പിലാണ് പിന്നെ ഒരു ഡോക്ടർക്ക് കൂടി കാണിച്ചിട്ട് കൺഫേം ആക്കിയിട്ട് പിന്നെ പൊരയിൽ പറഞ്ഞത്. അങ്ങനെ പൊരയിൽ പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് എൻ്റെ ഉമ്മാക്ക് ഞാൻ ഡയറക്റ്റ് അങ്ങ് ഉറപ്പുണ്ട് കൊണ്ടൊക്കെ. പിന്നെ കുറേ ആഴ്ച നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം എൻ്റെ പൊരക്കാർക്കില്ലെങ്കിൽ ഞാൻ ഒരേ മോളപ്പോൾ ഓർക്ക് മാരേജല്ലോ ഷെയറിൻ്റെ പൊരയിൽ നിന്നില്ലെങ്കിൽ ഓന് ഫസ്റ്റത്തെ മോന്. അപ്പോൾ ഓർക്കും കുറേ ആഗ്രഹവും സ്വപ്നവും ഉണ്ടാവും. എൻ്റെ പൊരയിലാണെങ്കിൽ ഞാൻ ഒരേ മോള്, ഇനി ഓർ ആഗ്രഹവും സ്വപ്നവും തീർക്കാൻ അടുത്ത മോള് വന്നിട്ടൊന്നും ഇല്ല, ഞാൻ ഒരാൾ തന്നെ ഉള്ളത്. അപ്പോൾ ഓർക്ക് മാരേജിനെ കുറിച്ചിട്ട് ഓർക്ക് ഭയങ്കര ഇതുണ്ടായിന്. അങ്ങനെ ഞമ്മ പറഞ്ഞ് ഇത് പൊരയിൽ പറയാന്ന് എന്ത് പറയുന്നുണ്ടേ. അപ്പോൾ ഓർക്കും ഭയങ്കര ആഗ്രഹമല്ലോ എൻ്റെ പൊരക്കാർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈവൻ എൻ്റെ ഞമ്മ എവിടെയെങ്കിലും പോയെങ്കിൽ തന്നെ എൻ്റെ ഉപ്പാൻ്റെ റൂൾ ഉണ്ടായിരുന്നു, രാത്രി ആകുമ്പോൾക്ക് പൊരുക്കെത്തണം, ഒരു സ്റ്റേ ഒന്നും പാടില്ല. അങ്ങനെ സ്റ്റേ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈവൻ ഞങ്ങൾ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോയതല്ലാത്ത സ്റ്റേ അങ്ങനെ ഒന്നും സമ്മതിക്കുന്നുണ്ടായിട്ട. അപ്പോൾ തന്നെ അങ്ക എൻ്റെ പുരയിലത്തെ ഞാൻ ഒരു 12 മണി ലേറ്റെല്ലാം അങ്ങ് കോള് വന്നു, പൊരുക്കുവാ എല്ലാം കൊള്ളൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടല്ല ആ ഒരു ഇതുണ്ടായിന്. അതുകൊണ്ട് തന്നെ
ഞമ്മക്ക് ഉറപ്പായി പുരയിൽ ഭയങ്കര സീനാവുന്നു. എന്നിട്ടും ഞമ്മ രണ്ടും കൽപ്പിച്ചിട്ട് എൻ്റെ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഇങ്ങനെ കഥ ഉമ്മ ഫുൾ ഷോക്ക്, ഉമ്മ ഫുൾ ബ്ലാങ്കായി. എന്ത് കഥ, എന്ത് എന്നെ പറഞ്ഞിട്ടാന്നല്ല, ശരിക്കും പറ്റോണ്ടി എനിക്ക്. ഉമ്മാനെ മനസ്സിൽ ഉമ്മാക്ക് ഇപ്പം ഇങ്ങനെ ആയിരിക്കൂ. ഇനി ഉമ്മാൻ എന്ത് പറയും? കാരണം ഓൾറെഡി ഞങ്ങൾ നിൽക്കാൻ കഴിഞ്ഞിട്ട് ഒന്നിച്ചിട്ട് പോകുമ്പോക്ക് അങ്ങനത്തെ വിഷയമാണ് പുറത്തു പറയുന്നുണ്ടായി. കാരണം എപ്പോൾ ഒന്നിച്ചിട്ട് തന്നെ പോന്നിരുന്നു. അപ്പം ഉമ്മക്ക് അതെല്ലാം പേടിയായി. ഇനി എന്തെല്ലാം പറയുമോ എന്തോന്ന് പറഞ്ഞിട്ട് ഉമ്മാക്കൊരു ഇതിനായിരുന്നു. അപ്പം ഉമ്മയിൽ എന്ത് ഞങ്ങൾക്ക് പേടിയാന്ന് ഉപ്പാനോട് പറയാൻ, നിനക്ക് എന്ത് അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഉമ്മാക്ക് ഇങ്ങനെ സ്കാനിങ്ങിൻ്റെ ഇതെല്ലാം കാണിച്ചിട്ട് നമുക്ക് ഉമ്മച്ചില് മാഷാല്ലാ ഉമ്മാക്കപ്പോൾ ഈ പറയുന്ന ഉമ്മാക്ക് ഫസ്റ്റ് ഉമ്മ പ്രാങ്ക് എന്ന് വിചാരിക്കുന്നു. ഉമ്മാക്ക് എന്തെന്ന് അറിയില്ല. ഉമ്മയോട് ഇപ്പോൾ ചോദിക്കുമ്പോൾ ഉമ്മ പറയുന്നത് അത് എനിക്ക് എന്തെന്ന് അറിയുന്നില്ല, വിശ്വസിക്കണം ബാണ്ടേ നിങ്ങളെ തമാശയാ എന്തെന്ന് അറിയുന്നുണ്ടായിട്ട് ഇതെല്ലാം കാണിച്ചിട്ട് ഉമ്മാക്കും ഓക്കെ ഞാൻ ഉപ്പാനോട് പറയുന്നേന്ന്. അങ്ങനെ എൻ്റെ ഉപ്പാനെ പേടിയാതെ ഉപ്പ എന്ത് ചെല്ലുവാന്ന് തോന്നിയിട്ട് സത്യം ഞാൻ എന്നെ വെറുക്കുന്നു. കാരണം ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഗ്രീൻ സിഗ്നൽ കിട്ടിയെന്നല്ല, ഉമ്മ പറഞ്ഞ് അല്ല തന്നത് ഹലാലായിട്ട് അല്ല തന്ന ഇത്. അപ്പം നമ്മ ഉപ്പാനോട് പറയാ, ഉപ്പാനോട് എങ്ങനെ പറയണമല്ലോന്ന്. അങ്ങനെ ഷെയ്ൻ്റെ ഉമ്മാനോട് അപ്പം നാട്ടിലുണ്ടായിട്ടാ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇവിടെ വന്നിട്ട് പറഞ്ഞ്, എന്നിട്ട് ഇവിടുന്ന് ഉപ്പാനോട് എൻ്റെ ഉമ്മാനോടും പറഞ്ഞ് ഷെയ്ൻ്റെ ഉമ്മാക്കും ഷെയ്ൻ്റെ ഉമ്മാക്ക് കോളാക്കിയിട്ടായിട്ടാകുമ്പോൾ എൻ്റെ ഉമ്മ എന്തുമല്ല പറഞ്ഞത് മഷാല്ല മബ്രൂക്ക് എന്നുള്ള ആ ഒരു ഉമ്മൻ്റെ ഹാപ്പിനെസ് ഭയങ്കരത്തിൽ എക്സ്പ്രസ് ആക്കി അവനോട്. മഷാല്ല ഓള് നേരേണ്ട എങ്ങനെയുണ്ട് ഉമ്മക്ക് ഭയങ്കര ഹാപ്പിയായി. നമ്മ വിചാരിക്കുന്നത് രണ്ട് സൈഡിൽ നിന്നും അത്ര അറിവെല്ലാം ഉണ്ടാവുമെന്ന്. എൻ്റെ ഉമ്മാൻ്റെതാണെങ്കിലും ഉമ്മ ഒരു 5 മിനിറ്റിലേക്ക് ഒരിതാണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഉമ്മ ഓക്കെ ആയിന്. ഓൻ്റെ ഉമ്മ ആണെങ്കിലും ഓൻ്റെ ഉമ്മ എന്ന് പറഞ്ഞെങ്കിൽ ഫസ്റ്റ് തന്നെ മഷാല്ല നെല്ലിയിട്ട് ആ ഒരു ഇത് എൻ്റെ ഉമ്മ തന്നിന്. അപ്പം നമുക്ക് ഹാപ്പിയായി. എന്നിട്ട് എന്നെ അടുത്തെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ ഉപ്പാനോട് പറയേണ്ടത് ഞാൻ ഉമ്മാനെ ഏൽപ്പിച്ച് ഞാൻ പറയാൻ കഴിയാലോ എന്ത് പറയും നമുക്ക് ഇവിടെയാണ്. അങ്ങനെ ഉമ്മ ചെല്ലി ഇങ്ങനെ സാധനം പ്രഗ്നൻ്റ്. അപ്പോൾ ഉപ്പ ഫസ്റ്റ് ഉക്ക നെല്ലിയിട്ട് മസാല നെല്ലിയിട്ട് അത്ര പേടിച്ചിട്ടുണ്ടായ സംഭവം ഞമ്മ ഒരു എന്തെന്ന് മല പോലെ വന്നത് മഞ്ഞ് പോലെ ആയി നിന്നില്ലേ ഞമ്മ. എന്നിട്ട് ആകുമ്പോൾ പുരയിലും എൻ്റെ പൊരുക്കാറും ഒക്കെ ഉപ്പ ചെല്ലിയ അല്ല തന്നത് ഹലാലായത് അല്ല തന്നത് എന്തായെങ്കിൽ എന്തോ പുള്ളോട് ഇതാക്കിയാണ്ടാച്ചില്ല നേരെ പോവാ. ആ ഒരു ഉപ്പാവും പോസിറ്റീവ് എൻ്റെ ഉമ്മാവും പോസിറ്റീവായി, ഷെയ്ൻ്റെ പൊരുക്കാരും പോസിറ്റീവായി. അപ്പം ഞങ്ങൾക്ക് സമാധാനമായി. ഞാനിപ്പം ചെല്ലാലോ നിങ്ങൾ ഇങ്ങനെ ഇപ്പം നിൽക്കഴിഞ്ഞിട്ട് ആൾക്കാർ എന്തായെങ്കിലും ഇല്ലേ ഞാൻ പറയാം ഇനി ഹലാലായല്ലോ എന്ന് പറഞ്ഞെങ്കിൽ പൊരയിൽ പറയാൻ ഒരു പേടി അതിങ്ങനെ ഉണ്ടാവും. അപ്പം എന്ത് വിചാരിക്കേണ്ടത് നമ്മൾ പൊരയിൽ പറയുക അതെന്തായാലും സെറ്റാവും. കാരണം ഓർക്ക് നമ്മളാട്ടി പിരിച്ചോ നമ്മളെ മക്കളോടൊന്ന് ഞാൻ ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പണ്ട് താച്ച് പൊടിയാക്കുന്നുണ്ടായ എൻ്റെ ഉമ്മ ഞാൻ ഷസാമിനെ എന്നും കാക്കുമ്പോൾ എൻ്റെ വയലോട് വയ്യത്തത് എന്ത് തയ്ക്കുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഓർക്ക് ആ ഒരു ഉപ്പപ്പ മാമാവാനാകുമ്പോൾ ഓറ് ഉപ്പ ഉമ്മാൻ്റെ സ്വഭാവമല്ല, ഓരോ ഫുള്ളായിട്ട് മാറി. ഒരു പുള്ളി മക്കൾ പേരക്കുട്ടികൾ നിലയിട്ട് ആ ഒരു വൈബിലേക്ക് ഓർ മാറുന്നു. അങ്ങനെ ഞാൻ ആ മൊമെന്റിൽ ഞാൻ ഷെയറിനോട് ചെല്ലിയത് നമ്മൾ ഈ പിള്ളേരെ കളിയിൽ നമ്മൾ ബോളത്തരം കളിച്ചിട്ട് ഇങ്ങനെയല്ലോ ആക്കിനെങ്കിൽ അതൊന്നില്ലെങ്കിൽ എന്തെന്ന് കുഞ്ഞിനെ ബാണ്ടാന്നാക്കുന്നതെന്ന് പറഞ്ഞങ്ങനെ ഏറ്റവും വലിയ തെറ്റ്. അതും നമ്മ ഇങ്ങനെ എന്തെന്ന് ഞങ്ങൾക്ക് ഈ പിള്ളേർ ആ പ്രായത്തിൽ എന്താക്കണമെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനത്തെ കാര്യം വരെ നമ്മൾ ഡിസ്കസ് ആക്കിയത്. എന്നിട്ടും കുഞ്ഞിന് വേണ്ടിയിട്ടാകുമ്പോൾ ഞങ്ങളെ മനസ്സേ മാറി ബാണ്ട എന്തായെങ്കിലും ബാണോന്നെല്ലാം മനസ്സായി. പൊരയിൽ പറഞ്ഞിട്ടാകുമ്പോൾ അതും പോസിറ്റീവായി. അപ്പം ഞാൻ വിചാരിക്കുന്നത് ആ മൊമെന്റിൽ ഞങ്ങൾ ബാണ്ട പിന്നെ ഒരു ഡോക്ടർ ഓപ്ഷൻ എടുത്തിട്ടാ ഇതിങ്ങനെ കണ്ടിട്ടാ ഞങ്ങളെ മനസ്സ് മാറിയിട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പം അത് ഒരു ഖേദിക്കാനുള്ള ഒരു ടോപ്പിക്കായിട്ട് മാറട്ടീന്. കാരണം അത്രയും ഞങ്ങൾക്ക് ബേജാറാട്ടീന് ഞങ്ങൾ എൻ്റെ മോന്. അപ്പോൾ അങ്ങനെ രണ്ടാളെ പൊരയിൽ ഓക്കെയായി. പിന്നെ ഇത് ഫാമിലിയിൽ എല്ലാം അറിയിക്കുന്ന ഇങ്ങനെ ഉമ്മാൻ്റെ അടുത്ത ഉമ്മ എൻ്റെ കുഞ്ഞാനോടും എൻ്റെ മാമാനോടും വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ എല്ലാവരും ഓക്കെ. ആ ഒരു എന്തോന്ന്
എന്തേത് അങ്ങനത്തെ ഒരു ടോക്കെല്ലാം ഉണ്ടായിരുന്നത്. എല്ലാവരും നല്ല മാഷാല്ല. കാരണം എന്താ വെച്ചില്ലെങ്കിൽ എൻ്റെ അങ്ക് ഞാൻ ഒരേ മോള്. അപ്പൊ ഞങ്ങളെ പുരയില് ഒരു ബേബി വരുന്നതിൽ നമുക്ക് ഭയങ്കര ഹാപ്പിയായി. ഓന്റെ പുരയിലാണെങ്കിലും ഓന് ഫസ്റ്റത്തെ മോന് ആടെ ഒരു ബേബി വരുന്നതിൽ നമുക്ക് ഓർക്കും ഭയങ്കര ഹാപ്പിയായി. ഞമ്മ അങ്ങനെയല്ല ചിന്തിച്ചത്. ഞമ്മ ചിന്തിച്ചത് പൊരുക്കാർ നമ്മളെ പറയും, അവര് ഭയങ്കര ഓവർ റിയാക്ട് ആക്കും, നമ്മളെ അങ്ങനെയല്ല ഭയങ്കര പേടിച്ചിട്ട് ഓവർ തിങ്ക് ആക്കിയിട്ടാണ് ഞങ്ങൾക്ക് അങ്ങനെയല്ല തിങ്ക് ആക്കേണ്ടി വന്നത്. പക്ഷെ എല്ലാം നല്ല കൂളായിട്ട് പോയി. എന്നിട്ട് എൻ്റെ പ്രഗ്നൻസിയിൽ നടന്ന കുറച്ച് സംഭവമല്ല ഞാൻ ഇതിൽ വെളിപ്പെടുത്താം. അങ്ങനെ നേരെ നല്ലയിൽ പോകുന്നുണ്ട്. പിന്നെ ഓൻ്റെ ഉമ്മ നാട്ടില് ഉണ്ടായിട്ടാ. പിന്നെ ഉമ്മ ഞങ്ങൾക്ക് കോളാക്കിയിട്ടല്ലോ പറഞ്ഞ് നല്ല ഒരു ഈല് പോയി. അങ്ങനെല്ലായി. അങ്ങനെ അപ്പോൾ പൊരയിൽ മാഷല്ല സെറ്റായി നല്ല ഹാപ്പിയിൽ പോകുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് അന്നെ പൊരയിൽ നിക്കിങ്ങിട്ട് പോ അങ്ങനെ ചെയ്യും വിചാരിച്ചിട്ടുണ്ടായിന്. ഇറങ്ങിപ്പോന്ന് പറഞ്ഞിട്ട് ഉമ്മ അങ്ങനെ എന്നെ പറയുവാന്ന് തോന്നുന്നു. നമുക്ക് അത്ര ഉറപ്പുണ്ടായിന്. പക്ഷെ അങ്ങനെയല്ല, നേരെ മറിച്ചിട്ട് എല്ലാം മാഷാഅല്ലാ അൽഹംദുലില്ലാ എല്ലാം സെറ്റായി. അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ഒരു ബേബി വരുന്നു ആ ഒരു ഇതായി അങ്ങനായി. അപ്പം എൻ്റെ പ്രഗ്നൻസി ഇതാണ് എൻ്റെ പ്രഗ്നൻസിൻ്റെ ഫസ്റ്റത്തെ ഘട്ടം. അതാണ് ഞാൻ പാർട്ട് 1ഉം 2ലായിട്ട് പറയുന്നത്. പിന്നെ പ്രഗ്നൻസി ജേർണി ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് പറയുന്നതായിരിക്കും. അതിൽ ഏത് ബേബീൻ്റെ കുറച്ച് അധികം എൻ്റെ പ്രഗ്നൻസിയിൽ കുറച്ചധികം ഒരു ഇതെല്ലാം ഉണ്ട്. അതെല്ലാം ഞാനിതിൽ അടുത്ത വീഡിയോയിലായിട്ട് ഇൻക്ലൂഡ് ആക്കുക. എന്ത് കഥയെന്നല്ലോ ഡെലിവറി സ്റ്റോറിയും ഞാൻ പ്രീ മെച്ചൂർ എന്നല്ല 1 month മുന്നേ ഡെലിവറി ആയതും അതെൻ്റെ ഡെലിവറി സ്റ്റോറി പറയുമ്പോഴേക്ക് ഞാൻ ഹോസ്പിറ്റലിൽ കരഞ്ഞതാണ്. 3 ദിവസം ഞാൻ കരഞ്ഞത് എനിക്ക് ഈ കുഞ്ഞിനെ ബാണ്ട പറഞ്ഞിട്ട്. അതെല്ലാം എന്ത് കഥയെന്നല്ലോ ഞാൻ എൻ്റെ ഡെലിവറി സ്റ്റോറിയിൽ പറയാം. എനിക്ക് ബാണ്ടാന്ന് പറഞ്ഞിട്ട് വെച്ചു കരഞ്ഞത്. രാത്രി അമ്മയെ കരയാൻ തുടങ്ങി എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ടാന്ന് പറഞ്ഞിട്ട്. ആ ഒരു മൂമെന്റ് എല്ലാം ഞാൻ നിങ്ങളോട് അടുത്ത സ്റ്റോറിയിലായിട്ട് പറയും, ഡെലിവറി സ്റ്റോറിയിൽ പറയാം. നിങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം എല്ലാം വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ എല്ലാം ഷെയർ ആക്കാം അതിൽ. അപ്പോൾ പുരയിൽ അറിഞ്ഞിട്ടുള്ള സീന് ഇതായിരുന്നു എൻ്റെ. അപ്പോൾ ഞാൻ ഇനിയുള്ള ആൾക്കാരോട് ചെല്ലുന്നത് മാക്സിമം പൊരുക്കാർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഫംഗ്ഷന് കഴിഞ്ഞിട്ട് എന്നെ എന്നെ പോലെ ആവാ, അല്ല എന്നെ പോലെ ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം, അല്ല ഇങ്ങനെങ്കിൽ ഇങ്ങനെ ആവാം. പക്ഷെ ഒരിക്കലും അബോഷണൽ എന്ന വാക്ക് നമ്മൾ ചിന്തിച്ചറിയേ വേണ്ട. അത് നമുക്ക് അള്ളാഹ് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മളെ മക്കള്. ഒരിക്കലും ഈ ഒരു ഇത് നമ്മൾ ചെയ്തുകൂടാ. ഞങ്ങൾ ഭയം വിചാരിച്ച് നമ്മളെ ആ ഒരു മൂമെന്റിൽ നമ്മൾ അങ്ങനെ ഇതാക്കിയെങ്കിൽ ഇപ്പോൾ നമുക്ക് നേരെ ജീവിക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു റിഗ്രഷൻ മനസ്സിൽ വന്നിട്ട് അൽഹംദുലില്ലാ എല്ലാം സെറ്റായി. അത് കഴിഞ്ഞിട്ട് പക്ഷെ ഓൻ്റെ ഡെലിവറിയിലെ ലാസ്റ്റ് ആൻഡ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് കുഞ്ഞിനെ ബാണ്ടാത്തായതും എനിക്ക് ഈ കുഞ്ഞിനെ കാണണ്ടെന്ന് പറഞ്ഞതും ആ ഒരു സ്റ്റോറിയിലേക്ക് ഞാൻ എത്താം. അത് ഞങ്ങൾക്ക് ഇപ്പോൾ ഓർക്കുന്ന എനിക്ക് ഖേദം വരുന്ന എൻ്റെ മോനെ കണ്ടിട്ട്. കാരണം ഞാൻ എന്തിനങ്ങനെ ഇതാക്കിയതെന്നല്ല ഞാൻ അടുത്ത സ്റ്റോറിയിൽ പറയുന്നതായിരിക്കും. ഞാൻ അതിന് പാല് കൊടുക്കാൻ വരെ ഞാൻ കൂട്ടാക്കിയിട്ടാണ് എനിക്ക് ഈ കുഞ്ഞി വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാം എന്തെന്ന് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് എൻ്റെ ഡെലിവറി പ്രഗ്നൻസി ജേർണി ആൻഡ് ഡെലിവറി സ്റ്റോറിയിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്തുകൊണ്ട് ചെയ്തെന്നല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവരും എനിക്ക് കുറേ ആൾ ചെല്ലുന്നുണ്ട് വിചാരിച്ചിട്ട് ആയ കുഞ്ഞല്ലിന്ന്. ഒരിക്കലല്ല, ഇത് കംപ്ലീറ്റ്ലി ഹലാൽ ബേബിയാണ്. കാരണം നിക്കാവും പിന്നെ ലീഗലി ഞങ്ങൾ മാരീഡ് ആയി എന്നുള്ള ലീഗൽ പ്രൂഫും എല്ലാം ഉണ്ട്. അല്ലാത്ത എല്ലാം കഴിഞ്ഞിട്ട് നിക്കാ നമ്മൾ ഇതിൽ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഒരു 9 months അങ്ങനെ എന്തോ കഴിയുമ്പോഴേക്കാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത്. 9 months കഴിയുമ്പോൾ പ്രഗ്നൻ്റ് ആയത്. അല്ലാത്ത ഇല്ലീഗലോ അങ്ങനെ ഒന്നുമല്ല. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര കമന്റ് വരുന്നുണ്ട്. കാരണം ഞാൻ ആ ഒരു രീതിയിൽ പറഞ്ഞുകൊണ്ട് മാരേജിന് മുമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അവഹീതമാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അവഹീതത്തിലുണ്ടായ കുട്ടി നിന്റെ ആദ്യത്തെ കുട്ടി അവിഹിത കുട്ടിയല്ലേ, അങ്ങനെയെല്ലാം ആണ് എല്ലാവരും പറയുന്നല്ലോ ഉള്ളത്. അപ്പോൾ ഇതാണ് റിയൽ സ്റ്റോറി. അപ്പോൾ ഇനി മുമ്പോട്ടുള്ള വ്ളോഗെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും. പിന്നെ കുറേ ആൾക്കില്ല എൻ്റെ ഭാഷ മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് എന്തെന്ന് ക്ലാരിറ്റിയേ വരുന്നില്ല എന്ന് തോന്നുന്നു. നമ്മൾ ഭാഷൻ്റെ പ്രത്യേകത നമ്മൾ കാസർഗോഡിയൻസിൻ്റെ ഒരു കഴിവുകേടോ. കാരണം ഞങ്ങൾക്കെന്ന് പറഞ്ഞെങ്കിൽ ഞാനിപ്പോൾ ശുദ്ധ മലയാളം നമുക്കിങ്ങനെ
ഇതിൽ പോകാൻ കഴിയില്ല ആ ഒരു സെന്റൻസിൽ. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കണം, അത് ശുദ്ധ മലയാളത്തിൽ എന്തായിരിക്കും ഇതിനെ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് കുറെ ചിന്തിച്ചിട്ടായിരിക്കണം ഞങ്ങൾക്ക് സംസാരിക്കണ്ടേ. പക്ഷെ ഇതങ്ങനെയല്ല, അന്റെ മലയാളം ആകുമ്പോഴേക്ക് ഞങ്ങൾക്ക് നല്ല ചെടപടയെന്ന് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് കമൻ്റ് ആക്കും. കമൻറ്റിൽ ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ കുറേ ആൾക്കാർ എൻ്റെ ഏജ് ഗെസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏജിൻ്റെ നാളെ ഞാൻ ഏജ് ആര് കറക്റ്റ് പറഞ്ഞതെന്ന് കൂടി. അപ്പോൾ കുറേ ആൾ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായി. ഒറ്റൊരാൾക്കാണ് ഗിഫ്റ്റ്, അത് ഞാൻ ഇപ്പോഴേ പറയാം, ഒറ്റൊരാൾക്ക് ഗിഫ്റ്റ് തരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ റമദാനത്തെ ഗിഫ്റ്റ് ഇതുവരെ ഞങ്ങൾക്ക് ആകെ 3 ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം നാളത്തെ കൂടി മെസ്സേജ് അയച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈ 3 ആൾക്ക് ഗിഫ്റ്റ് സെൻഡ് ആക്കിയിട്ട് ഞാൻ മുണ്ടാണ്ടിരിക്കും. പിന്നെ അതിന് ശേഷം ആര് ഗിഫ്റ്റ് ചോദിച്ചോ ഞാൻ തരയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പം നാളെ ഒരു വീഡിയോയിൽ കാണുന്നവർക്കും ബൈ.